എല്ലാവർക്കും നമസ്കാരം. ശിവ ബ്ലെസ്സിങ്സ് ചാനൽ റീഡിങ്ങിൻ്റെ മറ്റൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഡിവൈൻ തരുന്ന മെസ്സേജിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഡിക്ലൈമർ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ് കേട്ടോ. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 6 ഓഫ് വാണ്ട്സ് ആണ് അല്ലേ. അപ്പം നിങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മെല്ലെ ഡിഫിക്കൽട്ട് സാഹചര്യങ്ങളായിരിക്കാം, എന്നാലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കാം. അവിടെ നിന്നൊക്കെ നിങ്ങൾ മെല്ലെ നടന്ന് നീങ്ങി എന്നുള്ള കാര്യം ഇവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡബിൾ കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഉണ്ടായിരുന്ന സാഹചര്യം ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തളച്ചിട്ടിരിക്കുന്ന സാഹചര്യമായിരുന്നിരിക്കാം. പക്ഷേ അവിടുന്ന് നിങ്ങളുടെ ഭാഗ്യചക്രം തിരിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ്, ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. അപ്പോൾ നിങ്ങളുടെ എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള കാര്യം ഇവിടെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാർഡുകളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 6 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം അല്ലേ, നമ്മൾ ഉണ്ടായിരുന്ന സാഹചര്യം ഇപ്പോൾ ഡബിൾ കാർഡ് പറയുന്നല്ലായിരിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ മെല്ലെ അവിടെ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ തിരിഞ്ഞു നടന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ അവിടെ നിങ്ങൾ മെല്ലെ തിരിഞ്ഞു നടന്നു എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും. അത് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അത്രയും പോസിറ്റീവായിട്ട് അത് നടക്കുമെന്ന് നിങ്ങൾക്കും അറിയായിരിക്കും. അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള, അതിൽ സന്തോഷത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് 9 ഓഫ് കപ്പ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ആഘോഷം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ലൊരു നിമിഷങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിലാണെങ്കിലും എന്താണേലും നിങ്ങളൊരു ആഘോഷത്തിലേക്ക് നീങ്ങുവാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുന്ന ആ സമയത്തുണ്ടാവുന്ന ആ ഒരു മുഹൂർത്തമായിരിക്കും കേട്ടോ. പക്ഷേ നിങ്ങൾ നന്നായിട്ട് ആഘോഷിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം വരുന്നു എന്നുള്ളൊരു കാർഡാണ് ഇവിടെ 3 ഓഫ് കപ്പ് കാണിക്കുന്നത്. അപ്പം അത്രയും നല്ല പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണെന്ന് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു 7 ഓഫ് കപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കാർഡും കൂടെ എടുത്തു. അത് സണ്ണാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ഭാഗ്യങ്ങൾ വരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. അത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് തരുവാണ് സൺ കാർഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ചെറിയൊരു മെസ്സേജസ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണെങ്കിലും അത് നല്ല പോസിറ്റീവായിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഒരിക്കലും ദൈവത്തെ വിട്ട് കളയരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ദൈവത്തെ ഒരുപാട് കുറ്റം പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം. അത് ചെയ്യാതെ നമ്മൾ ആ സമയത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞു വയ്ക്കുക. നമ്മൾ ഇന്ന് അനുഭവിച്ച ആ സങ്കടം അതെനിക്ക് നന്നാവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു സങ്കടം എൻ്റെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഡിഫിക്കൽട്ട് സാഹചര്യമാണ്, ദൈവമേ നന്ദി എന്നൊന്ന് പറഞ്ഞു നോക്കൂ. നമുക്ക് എല്ലാം നല്ലതായിട്ടേ വരുള്ളൂ കേട്ടോ. നമ്മളെന്നും നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കാൻ പോകുന്ന സാഹചര്യമാണെങ്കിലോ, ആ സമയത്ത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക. ഇന്ന് തന്ന ഒരു 5 കാര്യങ്ങൾക്ക് എപ്പോഴും നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ കിടക്കുക, അല്ലെങ്കിൽ രാവിലെ എണീക്കുക. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞിട്ട് നിങ്ങൾ രാവിലെ എണീക്കുക. അപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുമെന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജസാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. എല്ലാം ശുഭമായിട്ട് നടക്കട്ടെ, അല്ലെങ്കിൽ നല്ല ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഓൾറെഡി വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഭാഗ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റീഡിങ് ഇവിടെ നിർത്താണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു.